ഈ ആശാ വർക്കർമാർക്ക് വേതന വർധനയില്ല എങ്കിലും മുഖ്യമന്ത്രിക്ക് പറക്കാൻ പണമുണ്ടെന്ന് അറിയുന്നു. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, കടമെടുപ്പ് ഒക്കെ നടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടക കുടിശ്ശിക സർക്കാർ അനുവദിച്ചു എന്നതാണ്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഈ 2,40,00,000 രൂപ അനുവദിച്ചിരിക്കുന്നത്. പ്രജിത്ത്, അത് എങ്ങനെ സാധ്യമാകുന്നു? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പണം കണ്ടെത്താൻ കഴിയുന്നത്? ഈ ഫെബ്രുവരി 2-നാണ് ചിപ്സൺ ഏവിയേഷന് നൽകാനുള്ള കുടിശ്ശിക പണം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത്. അത് മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ ഉടൻ തന്നെ ഈ പണം അനുവദിക്കണമെന്നുള്ള ശുപാർശ ധനമന്ത്രിക്ക് കൈമാറുന്നു. ധനമന്ത്രി ഇപ്പോൾ ഈ മാർച്ച് 6-നാണ് ഈ കുടിശ്ശിക പണം നൽകാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 2024 ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി 19 വരെയുള്ള കുടിശ്ശികയാണ് സർക്കാർ ട്രഷറി നിയന്ത്രണത്തിൽ പ്രത്യേക ഇളവ് അനുവദിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെ ചിപ്സൺ ഏവിയേഷന് സർക്കാർ ഇതുവരെ നൽകിയ തുക 12,80,00,000 രൂപയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിയമസഭയിൽ പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എത്ര തവണ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകാറില്ല. കാരണം VIP യാത്രയുടെയും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിവരം ഒളിച്ചു വയ്ക്കുന്നത്. അതേസമയം ഈ ഹെലികോപ്റ്റർ അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വല്ലപ്പോഴുമാണ് മുഖ്യമന്ത്രി ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വലിയ ഈ നേരത്തെ വിഭാവനം ചെയ്തതുപോലെയുള്ള എയർ ആംബുലൻസായി ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും സർക്കാർ പുറത്തുവിടുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിന് സർക്കാർ ഒരു മറുപടിയും നൽകാൻ കഴിയുന്നില്ല. ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് VIP-കളുടെ യാത്ര, മാവോയിസ്റ്റ് വേട്ട, ഇതൊക്കെയായിരുന്നു ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെയൊക്കെ അവകാശവാദങ്ങൾ. ഇതിൽ മാവോയിസ്റ്റ് വേട്ട അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗം പ്രായോഗികമല്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതിനുശേഷം ഈ ചാലക്കുടിയിലുള്ള ഹാങ്ങർ യൂണിറ്റിൽ മിക്കവാറും സമയവും വിശ്രമ ജീവിതം നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഈ കോടികൾ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഈ ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് നൽകേണ്ടി വരുന്ന തുക, വാടക എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന്റെ കണക്കുകളിലേക്ക് പോകുമ്പോൾ 80 ലക്ഷം രൂപയാണ് ഒരു മാസം 25 മണിക്കൂർ പറക്കാൻ വേണ്ടി മാത്രം ഈ ഹെലികോപ്റ്റർ നൽകേണ്ടത്. ഇതിനു ശേഷമുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് സർക്കാർ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കോടികൾ നൽകുന്നു, പക്ഷേ ഹെലികോപ്റ്റർ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പവൻ ഹാൻസിന്റെ ഹെലികോപ്റ്ററിന്റെ കണക്കുകൾ കൂടി എടുക്കുകയാണെങ്കിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾക്കായി സർക്കാർ ചെലവാക്കിയത് ഏതാണ്ട് 34.80 കോടി രൂപയാണ്. അപ്പോൾ സർക്കാരിന് കൃത്യമായി ഈ പറയുന്ന നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ കാശില്ല, ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല, മറ്റ് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഒരു പ്രവർത്തികൾക്കും പണം നൽകാനില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോ, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ, അതിനൊക്കെ കൃത്യമായി ആവശ്യപ്പെടുമ്പോൾ പണം നൽകാൻ സാധിക്കുന്നുണ്ട്. അതിന് എവിടെ നിന്നാണെങ്കിലും പണം കണ്ടെത്തും. മറ്റുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള സാധാരണക്കാരായ മനുഷ്യർ മാത്രം മുണ്ടുമുറുക്കി കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു നിലപാടെന്നുള്ളത്. വീണ. ശരി പ്രജിത്ത്, ഇത് എങ്ങനെയാണ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് വലിയ തോതിൽ അതിജീവന സമരം നടക്കുമ്പോൾ മറ്റൊരിടത്ത് ഇങ്ങനെ ഹെലികോപ്റ്ററിനൊക്കെ വാടക കൊടുക്കാനുള്ള പണമൊക്കെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. എത്ര വേണമെങ്കിലും കോടികൾ ഇങ്ങനെ കടമെടുത്ത് കൂട്ടുന്നുമുണ്ട്. ഇതൊക്കെ നമ്മുടെ തലയിൽ തന്നെ വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം.